ചോദിച്ചു പടം വലിയ കുഴപ്പമില്ല. കണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഒരു സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് നൽകുന്ന പടമാണ്. അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അത് മെസ്സേജ് ഞാൻ ഇപ്പോൾ റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് കാണാൻ വരേണ്ട ഒരു ഇൻട്രസ്റ്റ് കുറയും. ഇപ്പോഴത്തെ സമൂഹത്തിൽ അങ്ങനെ ഇപ്പം പുതുതായിട്ട് വന്നൊരു മുമ്പേ ഉള്ളതാണ്. ഇപ്പോൾ ആ രീതിക്ക് അവർ പറഞ്ഞു പോകുന്ന നല്ലൊരു മെസ്സേജുള്ള മൂവിയാണ്. നല്ല സിനിമയാണ്. എടുത്തു പറയാനെന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യ പ്രവർത്തനത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഇതിനെക്കുറിച്ച് കുറച്ച് നല്ല കാര്യങ്ങളുണ്ട്. പിന്നെ അഭിനയിച്ചവരെല്ലാവരും നല്ലപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. എക്സ്പെഷ്യലി ഹീറോയിനായിട്ട് വന്ന ഷെല്ലി എന്ന് പറഞ്ഞ നടി, നമുക്കറിയാം മിന്നൽ മുരളിയിൽ ആ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ളതാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എല്ലാം നല്ല സൂപ്പർബായിട്ട് ചെയ്തിട്ടുണ്ട്. BGM ആണെങ്കിലും സോങ് ആണെങ്കിലും ബാക്കി എല്ലാ കാര്യങ്ങളാണെങ്കിലും നൈസായിട്ടുണ്ട്. വലിയ ബോറൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എല്ലാവരും തീർച്ചയായിട്ടും വന്ന് കാണേണ്ട ഒരു പടമാണ്. പക്ഷേ ഭയങ്കര ആൾക്കാർ കുറവായിരുന്നു പടത്തിന്. ഇങ്ങനത്തെ ചെറിയ പടങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് വിടേണ്ട ടൈം ആവുന്നതാണ്. ഇപ്പോൾ കാരണം എന്ന് പറഞ്ഞാൽ ചില വലിയ പരാജയമുള്ള പടങ്ങൾ കാണാൻ വേണ്ടി പോകുന്ന ടൈമിൽ ഇതൊക്കെ ആകുമ്പോൾ അത്യാവശ്യം ആൾക്കാരുടെ ഇടയിൽ ഒരു ഇതുണ്ടാക്കാൻ കഴിയുന്ന പടങ്ങളാണ്. നമ്മുടെ ആശാവർക്കറിൻ്റെ കുറച്ച് ജീവിതകഥയിലും ഇതിലുണ്ട്. പടം നല്ലതാണ്. സമൂഹത്തിന് വേണ്ടിയിട്ടുള്ളൊരു മെസ്സേജ് തന്നെയാണ്. കണ്ടിറങ്ങി എല്ലാവരും നെഗറ്റീവ് ഒന്നും അല്ല, പോസിറ്റീവാണ് പറഞ്ഞത്. ഇത്രയും ഒരു ചെറിയ പടമായതുകൊണ്ടാണോ ആൾക്കാർ ഫസ്റ്റ് തന്നെ ആരും കാണാത്തത്? അല്ല, ഇങ്ങനത്തെ കാണാൻ ഒന്നാമത് പിന്നെ എനിക്ക് ഒരു ദുഃഖമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ അറിയാമല്ലോ, പുള്ളിക്കാരൻ 2 ദിവസം മുമ്പാണ് മരിച്ചത്. അപ്പോൾ അതിന് കാരണം അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് മൂവിയും കൂടെ ആയിരുന്നു. നല്ലൊരു തിരക്കഥയായിരുന്നു സംഭവം. ആൾക്കാർ എന്താ പറയുക, ഇപ്പോൾ എല്ലാവരും വലിയ പടത്തിൻ്റെ പിന്നാലെ പോവുള്ളൂ. അത്യാവശ്യം ഇങ്ങനെ ഇറങ്ങുന്ന ചെറിയ പടങ്ങൾ പോലും ആൾക്കാർ അറിയുന്നില്ല. ഇപ്പോൾ ഈ ഒരു സർക്കാർ ഉൽപ്പന്നം എന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ പേര് വരുമ്പോൾ തന്നെ എന്താണെന്ന് അറിയാൻ പോലും ആൾക്കാർ കയറാൻ ഇപ്പോൾ താല്പര്യമില്ല. അങ്ങനത്തെ രീതിക്കാണ് ഇപ്പോഴത്തെ പടങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഒരു ജെനുവിനായിട്ടുള്ള സബ്ജക്റ്റാണ്. ആൾക്കാർ തീർച്ചയായിട്ടും തിയേറ്ററിൽ വന്ന് നിന്ന് കാണണം. ഈ തങ്കമണീൻ്റെ കൂടെ ഇത് ഇറങ്ങിയ ടൈം ഇതുകൊണ്ടാവാം മിക്കവാറും അത് ആൾക്കാരുടെ ഇടയിൽ പെടാതെ പോയൊരു പടം. എന്തായാലും ഇത് തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ വന്ന് കാണേണ്ട പടമാണ്. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. സത്യസന്ധമായിട്ടാണ് പറയുന്നത്. എല്ലാവരും വന്ന് കാണുമ്പോൾ അതിൻ്റെ ഒരു ഫീൽ എന്താണെന്ന് മനസ്സിലാവും, എന്തുകൊണ്ടാണ് പറയുന്നതെന്ന്. ഞാൻ മെസ്സേജ് റിവീൽ ചെയ്യാത്തതെന്ന കാര്യം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ തിയേറ്ററിൽ വന്ന് കണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നല്ലൊരു മെസ്സേജ് ആയിട്ടാണ് പറയുന്നത്. തീർച്ചയായിട്ടും തിയേറ്ററിൽ കാണേണ്ട ഒരു പടം തന്നെയാണ്.